സാധനം ഉണ്ടാക്കാൻ പോവാ. നാളെ നമ്മൾ സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മന്തി കുഴി ബിരിയാണി ഉണ്ടാക്കാൻ പോകും. ആരാ സഹായിച്ചു കൊടുക്കുന്നത്? ഏതു ഷെഫ്? മസാല റെഡിയാക്കി നമ്മൾ കുറച്ച് മസാല റെഡിയായിരിക്കുക. ചിക്കനെ റെഡിയാവാണ്. ഏദൂസ് പറഞ്ഞ പോലെ കുഴി ബിരിയാണി അല്ല കേട്ടോ, മന്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഏദൂനും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അങ്ങനെ സൺഡേയിൽ എപ്പോഴും ഇക്കാടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ആണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ സ്പെഷ്യൽ മസാലയൊക്കെ ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഏദുവും കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയില, പുതിനയില, കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ചിക്കൻ വേവിച്ചെടുക്കാൻ പോവാണ്. ചിക്കൻ ആദ്യമേ തന്നെ മസാല പുരട്ടി ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നേ. 2 വിസിൽ കേൾപ്പിച്ചപ്പോൾ തന്നെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകം നല്ല സോഫ്റ്റും എന്നാൽ പുറമേ നല്ലൊരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ശേഷം റൈസ് കുക്ക് കഴിഞ്ഞിട്ട് ഒരു കടായിക്കകത്ത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും വോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ വേവിച്ചപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ചേർത്ത് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കുറച്ച് ക്യാപ്സിക്കവും മല്ലിയില പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ നാരങ്ങ പകുതി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ. പിന്നെ കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വറ്റിച്ചെടുത്തത് അത് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് പരുവായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ എടുത്തു പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് സിമ്മിലിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇക്ക മയണൈസൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ആ ഡേയും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.